അതിന് ഇന്ന് ഞാൻ ചെയ്യുന്നത് ഒരു ബീഫ് വിന്താലുമാണ്. അത് കഴിച്ച് നല്ല രുചികരമായ ഭക്ഷണം കഴിക്കാം. എല്ലാ ദിവസവും ഈ ഉണക്കമുട്ട് കഴിച്ച് മടുത്തു. ബീഫ് വിന്താലുവിന് ആദ്യം നമുക്ക് വേണ്ടത് ഒരു കടായിയാണ്. ഈ കടായി എടുത്ത് വെച്ചിട്ട് നമ്മളത് കഴുകി വൃത്തിയാക്കി ആദ്യം വെക്കണേ. എന്നിട്ട് അതിനകത്തേക്ക് കുനാന്നരിഞ്ഞ ബീഫ് ഒരു 1/2 കിലോ ഇടണം. പിന്നെ നമുക്ക് വേണ്ടത് നല്ല പച്ച കാന്താരി. ആ കാന്താരി ഇല്ലെങ്കിലോ, അയ്യോ പച്ചക്കാന്താരി കിട്ടിയില്ലെങ്കിൽ പ്രശ്നമാണോ, അതില്ലാതെ പറ്റത്തില്ല. അതുകൊണ്ട് എന്ത് ചെയ്യും? അപ്പൊ നമ്മൾ വെള്ളക്കാന്താരി ആണെന്നുണ്ടെങ്കിൽ അതിൽ കളർ ചേർക്കണം, നല്ല പെയിന്റ് അടിച്ച് പച്ച നിറവാക്കണം, എന്നാലേ പറ്റത്തുള്ളൂ. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് ഉപ്പ്, പിന്നെ ഏറ്റവും പ്രധാനം നമ്മൾ വിറ്റാമിൻ ഓയിൽ അതും കൂടെ ചേർത്ത് ഇളക്കി, ഇങ്ങനെ നന്നായിട്ട് ഇളക്കി അടച്ച് ഒരു 20 മിനിറ്റ് വെക്കണം. ഈ 20 മിനിറ്റ് കഴിയുമ്പോൾ നിങ്ങൾ ഇന്ന് വരെ കഴിച്ചിട്ടില്ലാത്ത അത്ര രുചിയുള്ള ബീഫ് കുന്താലു റെഡി. പിന്നെ വേറെ ഒരു കാര്യമുണ്ട് കേട്ടോ, ഈ വിറ്റാമിൻ ഇ നമ്മുടെ ഓയിലുണ്ടല്ലോ, അതിനൊരു പ്രത്യേക ശക്തിയുണ്ട്. ഈ കാന്താരി മുളക് വിറ്റാമിൻ ഇ കൂടെ ചാലിച്ച് മുഖത്തൊന്ന് പെരട്ടണം. നമ്മൾ നല്ല തുടാതിരിക്കും, നല്ല ജഗ പുകയായിരിക്കും. ഇങ്ങനെ തേച്ചിട്ടാണ് ഇതുപോലെ വെളുത്ത് ചുമന്ന് സുഭാഷിണിയായിട്ടിരിക്കുന്നത്. അയ്യോ മോളെ, ഞാനല്ല, എല്ലാ പരീക്ഷണവും എൻ്റെ ഹസ്ബൻഡിന്റെ മുഖം. അങ്ങേരുടെ മുഖത്ത് ഞാനങ്ങ് തേച്ച് മിനുക്കി കൊടുക്കും. അപ്പൊ അത് കഴുകി കഴിയുമ്പോ അങ്ങനെ ഒന്ന് കാണണം, നല്ല ചുമന്ന തുടുത്ത്. ഒന്നും പറയണ്ട. അയ്യേ, പിന്നെ പണ്ട് വെളുത്ത് ചുമന്ന ആപ്പിള പോലെ ഇരുന്ന മനുഷ്യനാ ഇപ്പൊ കണ്ട കറുത്ത് പോണെങ്കിൽ മുന്തിരി പോലെ ഇരിക്കുന്നത്, ഓണക്കമുന്തിരി പോലെ. ഈ ആയുവാകുമ്പോഴൊക്കെ കറുത്ത് മാറാതിരിക്കാൻ എന്താ ചെയ്യണം? ടിപ്സൊക്കെ ഞാൻ പറഞ്ഞുതരാം. അതിന് നമ്മൾ ഫെയർനെസ് ക്രീം എത്തിയാൽ മതി. പിന്നെ ഒരിക്കലും കിടക്കത്തില്ല, ഇതിന്റെ എല്ലാം വെളുപ്പേ പോകത്തുള്ളൂ, കറുപ്പേ ഇല്ല. ഫെയർനെസ് ക്രീം. അയ്യോ ആ സമയമായി കേട്ടോ, 20 മിനിറ്റായി. നമുക്കിത് രുചിച്ച് നോക്കിയാലോ? നോക്കി നോക്കി നല്ലോണം നോക്കി നോക്കി നോക്കി. പ്ലീസ് പ്ലീസ് എങ്ങനെയുണ്ട്? നമ്മൾ സിംഗപ്പൂര് പോയപ്പോ കഴിച്ച സുഷി, അതല്ലേ ഇതാണ്ട് തോന്നുന്നത്. അയ്യോ തീ കത്തിക്കാൻ മറന്നുപോയി. Friends, Ignatians, and my dear countrymen, after പറയാമോ? ഞങ്ങൾ കേൾക്കുന്നില്ല. ഈ മൈക്ക് വെച്ചിട്ട് പറയും. കോംപ്ലിക്കേറ്റഡാണ്. വളരെയധികം കാര്യങ്ങൾ ചിന്തിച്ചിട്ട് വേണമല്ലോ നമ്മൾ ഓരോ കാര്യങ്ങൾ ഓരോ സ്റ്റെപ്പൊക്കെ എടുക്കാൻ. സോ ആഫ്റ്റർ എ ലോട്ട് ഓഫ് കൺസംപ്ലേഷൻ, എവിടെ ചോദിച്ചോന്ന് കാണാനില്ലല്ലോ ഇവിടെ. ഇത് കഥ കേൾക്കാൻ വെൽക്കം ടു ഗ്ലാഡ് ടു മീറ്റ് യു. അതെ, സമാധാനമായില്ലേ? കുറച്ച് ആശ്വാസമായില്ലേ? ഇനി ഞാനൊരു പാട്ട് പാടട്ടെ, കുറച്ച് നമ്മുടെ സമാധാനമായിരിക്കും. അതെ, ഞാൻ പ്രിപ്പയർഡ് അല്ല കേട്ടോ. 1 മിനിറ്റ് സമയം തരണേ. അത് വേഗം പറ. എനിക്ക് പാട്ട് ജോസഫ് സാറൊക്കെ ഉള്ള റീസെൻ്റായിട്ടുള്ള പാട്ടാണ് പറഞ്ഞുതരാൻ. പാട്ടൊന്നും പറ്റില്ല, ആ പാട്ടൊന്നും ശരിയാവില്ല. പ്രതിഭ 7 പാലെന്ന് പറഞ്ഞാൽ പ്രതിഭ എന്നെ നോക്കിക്കും. ആ പാട്ട് പിന്നെ ഇത് പാടും. അതാ നമുക്ക് പാടിയാലോ മറ്റേ പാട്ട്. അത് പറ്റില്ല. അത് ജോസഫ് സാറിന് ഇഷ്ടപ്പെടില്ല. കാരണം ജോസഫ് സാർ ഉണ്ടല്ലോ അന്ന് കസേരകളിയുടെ 1 കിലോമീറ്റർ ഓടിപ്പോയാണ് നിന്നത്. നീ ജോസഫ് സാറിന് ഇഷ്ടപ്പെടാനൊന്നും പറ്റില്ല കേട്ടോ. അതുകൊണ്ട് നീ ആ പാട്ട് ഇത്ര ഡീസൻ്റ് ആയിട്ടുള്ള പാട്ടൊക്കെ മതി.
അത് വേണ്ട. അത് ജിബി അങ്ങനെ ഇത് കേട്ടോ, ജിബി സ്റ്റാഫ് റൂമിൽ ഹിന്ദിയും പറഞ്ഞാൽ ഏത് നേരം നടക്കുന്നത്. ഇനി എൻ്റെ പിള്ളേരുടെ കൂടെ എങ്ങനെ ഹിന്ദി പഠിക്കാൻ പിടിച്ചിരുത്തും. അതൊന്നും വേണ്ട. ഹിന്ദുസ് ഞാൻ എന്ത് വഴിയാലും ഒരു കുഴപ്പമില്ല. ഹിന്ദുസ് ജയശ്രീ വളരെ ഭംഗിയായിരിക്കുന്നു കേട്ടോ എന്നേ പറയുള്ളൂ. അതെനിക്ക് കുഴപ്പമില്ല. ഹിന്ദി ഒന്നും പോളിറ്റിക്സൊക്കെ മാത്രമറിയാം, ട്രോളിന് മാത്രമറിയാം. ഹിന്ദിയൊക്കെ ഇവിടെ ഇരിക്കും. ഹിന്ദിയൊന്നും നല്ല പാട്ട് വേഗം പറഞ്ഞത് സമയമില്ല. ആ ശരിയാണ് എനിക്ക് കണ്ണിട്ട് നോക്കുന്നത്. ഇങ്ങോട്ടുള്ള തന്നെ ആപ്പിൾ വീണ പോലെ ഏതാ ഓക്കെ ഓക്കെ. ഇത്ര സംഗതിയിട്ട് വേണം പാടാൻ. ചുമ്മാ എനിക്കൊന്നും അറിയില്ലെങ്കിൽ ഇതിലൊക്കെ തോന്നണ്ടേ എനിക്ക് എന്തെങ്കിലുമൊക്കെ അറിയാമെന്ന്. ഓക്കെ ഓക്കെ റെഡി